1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. സമൃദ്ധ ചേച്ചി യെസ്, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഓ, സുഖം. സുഖം അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കോ? ഇല്ല, ഒരു പാട്ട് പാടി തന്നാ മതി. അങ്ങനെയല്ല, നമ്മൾ വാക്കുകളിലൂടെ സുഖിപ്പിക്കണം. അതെ, അത് ചെയ്യാലോ, അല്ലെങ്കിൽ പാട്ടിലൂടെ സുഖിപ്പിക്കാം. അതെ, പാട്ട് പാടിയാ മതി. ഞാൻ ഇന്ന് സമൃദ്ധ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കാം. ഓക്കെ. രുദ്രയ്ക്കും അഗസ്ത്യയ്ക്കും സമൃദ്ധ ചേച്ചി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറില്ലേ? അപ്പൊ സമൃദ്ധ ചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡില് ചേച്ചി ഫുഡ് ഉണ്ടാക്കുമല്ല, ഇങ്ങനെ സെർവന്റ് ഉണ്ടാക്കി വെക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കും. ഒരു അവിടെ എല്ലാം ഒറ്റയ്ക്ക്, ഒറ്റത്തടി. ചേച്ചി ഉണ്ടാക്കുന്നതില് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫുഡ് ഏതാ അവർക്ക്? അവർക്ക് ചായ. ഏറ്റവും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് അല്ലേ? അതെ. അല്ല, ഞാൻ പറയാം, അവർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്ന് പറയുന്നത് ആക്ച്വലി പായസമാണ്. പായസം ഇഷ്ടമല്ല. ബാക്കി ഇങ്ങനെ ചോക്ലേറ്റ് കേക്ക്, ഐസ്ക്രീം, അങ്ങനത്തെ മധുരങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പായസം ഇഷ്ടമല്ല. രണ്ടുപേർക്കും പായസം ഇഷ്ടം. അതിപ്പോ ഡെയിലി കൊടുക്കുമോ നിങ്ങള്? ഡെയിലി കൊടുക്കുന്നല്ലോ അല്ല, അവർക്ക് ബാക്കി എവറി കഴിക്കുന്ന സാധനങ്ങളൊക്കെ അവർ കഴിക്കും. പേടിപ്പിക്കും. അല്ലല്ല, അവർക്ക് അത് പഠിക്കുക എന്ന് പറയും. ഇല്ല, ഞാൻ നാളെ പഠിക്കും. ടുമാറോ എന്ന് പറയുമ്പോൾ നോ, ഐ ആം ഗോയിങ് ടു മേക്ക് ദ പായസം. അല്ല, അവര് സത്യം പറഞ്ഞാൽ അങ്ങനെ ഫസ്സി ആയിട്ടുള്ള കുട്ടികളല്ല. അവരെല്ലാം കഴിക്കും. അവർക്ക് എവറിഡേ ബേസിസിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവർ കഴിക്കും. പക്ഷെ ഈ ഒക്കേഷണലി ഉണ്ടാക്കുന്ന പായസം അവർക്ക് വലിയ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉപ്പാണോ ഇടുന്നത്? ഞങ്ങളെ വീട്ടിലെ പായസത്തിൽ ഉപ്പല്ല ഇടുന്നത്. ഇത്രയും ദേഷ്യം വരാൻ കാര്യം എന്താണെന്ന് ഒരു പിടിയില്ല.